പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ മസാല ഉണ്ടാക്കാം. ഇത് 500 ഗ്രാം ചെമ്മീനാണ് ഉള്ളത്. ഇത് തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. ചെമ്മീനിൽ 1/2 ടീസ്പൂൺ ഉപ്പും പകുതി പുളിനാരങ്ങ നീരും കൂടി ചേർത്ത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി എന്തെല്ലാമാണ് വേണ്ടത് എന്ന് ഓരോന്നായി പറയാം. പത്ത് 20 ചെറിയ ചുവന്നുള്ളി വൃത്തിയാക്കി വെച്ചത്, ഇനി ഈ ചെറിയ ചുവന്നുള്ളി ഒന്ന് ചതച്ച് വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചതച്ച് വെച്ച ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ സ്വാദാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ചെമ്മീനിന് നല്ല സ്വാദുണ്ടാകും. ഇതിന് പ്രത്യേകിച്ച് വലിയ മസാലയൊന്നുമില്ല. ഇതുപോലെ വലിയ രീതിയിൽ ചതച്ച് വെച്ചാൽ മതി. ചെറിയ രീതിയിൽ ചതച്ചെടുത്താൽ ഉള്ളിയുടെ സ്വാദ് മാറി വരും. ഇത് നല്ലതുപോലെ വഴറ്റി വന്നാലാണ് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടി തന്നെയാണ്.
മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഒന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷമാണ് ചെമ്മീൻ ഇടേണ്ടത്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഈ വെള്ളമെല്ലാം വറ്റി വരണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കൈവശം കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എൻ്റെ കൈവശം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത്. ഇത് അവസാനം തേങ്ങാപ്പാലിൽ കിടന്ന് വറ്റി വരണ്ട് വരുന്നതാണ് ഇതിൻ്റെ ശരിയായ സ്വാദ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.